ഹായ് ഫ്രണ്ട്സ്, മിന്നാമിന്നി മിന്നുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാമത്തെപ്പറ്റി പറയാം. മലനിരകളും താഴ്വാരങ്ങളും പാറക്കെട്ടുകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ദൂണ്ടെ ആ കാണുന്ന മലമുകളിലാണ് ആ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഒരുപാട് ദൂരം പിന്നിട്ടെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കുറേ യാത്രകളുടെ അവസാനം ഞങ്ങൾ ഈ മലമുകളിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുൻപ് ഞാൻ ആ കാട്ടിത്തന്ന ആ മലയുടെ മുകളിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ താഴ്വാരങ്ങൾ കാണാം. തോണ്ടെ ആ കാണുന്ന റോഡ് കണ്ടോ? ഇതുവഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ. റോഡിലെ മെറ്റിലുകളെല്ലാം ഇളകിത്തെറിച്ച് കിടക്കുന്നത് പോലെ തോന്നും. പണ്ട് എങ്ങോ ടാറിട്ടതാണെന്നാണ് പറയുന്നത്. ഈ ടാറുകളൊന്നും ഒരുപാട് ഇളകി പോകാത്തതിനും ഒരു കാരണമുണ്ട് കേട്ടോ. ഇവിടേക്കെങ്ങും ഒരുപാട് വാഹനങ്ങളൊന്നും വരാറേയില്ല. ഓട്ടോക്കാരെ വിളിച്ചാൽ പോലും ഇങ്ങോട്ടൊന്നും വരില്ല. ഈ കയറ്റമെല്ലാം കയറി വരണ്ടേ, അതുകൊണ്ടായിരിക്കും അവരൊക്കെ മടിച്ച് ഇങ്ങോട്ട് വരാത്തത്. സ്വന്തമായിട്ട് വാഹനമുള്ളവർക്ക് ഇതൊന്നും പ്രശ്നമല്ലല്ലോ. പണ്ടൊക്കെ ഇവിടെ ഉണക്കാകുമ്പോൾ കുടിവെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. കിണറുകളെല്ലാം വറ്റി വരണ്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. അങ്ങ് താഴ്വാരത്തുള്ള വീടുകളിലെ കിണറുകളിലൊക്കെ വെള്ളം കാണും. ഒരുപാടൊന്നും കാണുകയില്ല, കുറച്ചൊക്കെ വെള്ളം കാണും. ആ കിണറുകളിലെ വെള്ളമാണ് മലമുകളിൽ താമസിക്കുന്ന വീട്ടുകാരൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്നത്. ബക്കറ്റിലും മറ്റ് പാത്രങ്ങളിലും ശേഖരിച്ചെടുക്കുന്ന വെള്ളം ചുമന്ന് വേണം അങ്ങ് മലമുകളിൽ എത്തിച്ചേരാൻ. ഇങ്ങനെ വെള്ളം ശേഖരിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ അല്ലേ. ആ കൊണ്ടുവരുന്ന വെള്ളം അവർ പാചകത്തിനും കുടിക്കാനും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. നനയ്ക്കാനും കുളിക്കാനും ഈ വെള്ളം ഉപയോഗിക്കാറേയില്ല. അതിനൊക്കെ അവർക്ക് വലിയ കുളമൊക്കെ ഉണ്ട് ഇവിടെ. ഈ മലമുകളിൽ ഇവിടെ എങ്ങനെയാണൊരു കുളം എന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പറഞ്ഞു തരാം. ഇവിടെ വലിയൊരു പാറക്കെട്ടുണ്ടായിരുന്നു. ആ പാറ പൊട്ടിച്ചെടുത്തപ്പോൾ അവിടെ വലിയ കുഴിയായി മാറി. വർഷം തോറും പെയ്തിറങ്ങി വരുന്ന മഴവെള്ളം ആ പാറക്കുഴി ശേഖരിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കുളം ഇവിടെ ഉണ്ടായത്. ആ വലിയ പാറക്കുളം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ദോണ്ട കണ്ടോ അവിടെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നത്. ഈ ഗ്രാമത്തിലെ പല വഴിയോരങ്ങളിലും ഇങ്ങനെയുള്ള ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വേനൽക്കാലങ്ങളിൽ പഞ്ചായത്തുകാർ വണ്ടിയിൽ കൊണ്ടുവരുന്ന വെള്ളം ഈ ടാങ്കുകളിൽ സംഭരിച്ച് വയ്ക്കാറാണ് പതിവ്. അടുത്തുള്ള വീട്ടുകാർ ആവശ്യത്തിന് വന്ന് ശേഖരിച്ചു കൊണ്ടുപോയിക്കൊള്ളുകയും ചെയ്യും. ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ കുട്ടികളാണ് ആ പോകുന്നത്. ഞങ്ങളെ കണ്ടപ്പോൾ അവരും ഞങ്ങളോടൊപ്പം കൂടി. കൂട്ടിന് അവരുടെ വളർത്തുനായും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വലിയ ഒരു പാറ മുകളിൽ കയറാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ആ പാറയുടെ മുകളിൽ എത്താൻ. ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഇപ്പോൾ പൈപ്പ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ വെള്ളത്തിന് ക്ഷാമമേ ഇല്ല. അത് കാരണം വഴിയോരങ്ങളിലെ ആ ടാങ്കുകളെല്ലാം വെറും സ്തൂപങ്ങളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകാരും വെള്ളമൊന്നും കൊണ്ട് ആ ടാങ്കുകളിൽ നിറയ്ക്കാറില്ല. അതുകൊണ്ട് എല്ലാം അങ്ങനെ അവിടെ തന്നെ ഇരിപ്പാണ്. ഈ ഗ്രാമത്തിൻ്റെ അടുത്തെങ്ങും കടകളും കമ്പോളങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളോ മറ്റോ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ദൂരം പിന്നിട്ട് ടൗണിലേക്കെങ്ങാനും പോകണം. അങ്ങ് താഴ്വാരത്തുള്ള പ്രദേശത്ത് പോലും കടകളൊന്നുമില്ല. എന്നാൽ വിറകിന് അവർക്ക് ഒരു ക്ഷാമവുമില്ല. അതുകൊണ്ട് അവർ വിറകുകൾ ഒരുപാട് ശേഖരിച്ച് വയ്ക്കാറാണ് പതിവ്. ഇവിടുള്ള എല്ലാ വീടുകളിലും വിറക് പുര ഉണ്ടായിരിക്കും. വിറകുകൾ ശേഖരിക്കാനുള്ള ചെറിയൊരു ഷെഡാണ് അത്. ഈ മലമുകളിലുള്ള വൃക്ഷങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും പിഴുതു വീഴുന്നതുമായിട്ടുള്ള തടികളൊക്കെ ഇവർ ശേഖരിച്ചു കൊണ്ടുവരും. ഈ വിറകുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. അത് പിന്നെ പറയാം. ഈ നടത്തയുടെ അവസാനം ഞങ്ങൾ ആ വലിയ പാറയുടെ അടുത്ത് എത്താറായി. ഇനി കുറച്ചുകൂടി പോയാൽ മതി എന്ന് തോന്നുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ദാഹിക്കുന്നെന്ന് പറയുന്നു. കയ്യിൽ വെള്ളമൊന്നും കരുതിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സഹിക്കുക തന്നെ. ദാണ്ടെ ഇതാണ് ആ വലിയ പാറ. ഈ പാറയുടെ മുകളിൽ കയറാനാണ് എല്ലാവരുടെയും തീരുമാനം. അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ശ്രമിക്കാം. ശ്രമിച്ചാൽ പോരാ, എങ്ങനെയും മുകളിലെത്തണം. ചെരുപ്പൊക്കെ ഊരി പിടിച്ചുകൊണ്ട് ഹസ്ബൻഡും ഇളയാളും
കൂടി പാറയുടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. താഴോട്ടൊന്നും ഉരുണ്ട് വീണു പോകാതെ ശ്രദ്ധയോടെ കയറിപ്പോകണമെന്ന് അവളോട് പറയുന്നുണ്ടായിരുന്നു. അവളിതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. ശ്രദ്ധക്കുറവ് കൊണ്ടാണെന്ന് തോന്നുന്നു അവളുടെ കയ്യിൽ നിന്നും ചെരുപ്പ് താഴേക്ക് വീണുപോയി. എങ്കിലും അവൾ ശ്രദ്ധയോടെ പിടിച്ച് കയറി അങ്ങ് മുകളിൽ എത്തിച്ചേർന്നു. സാരമില്ല, ഞാൻ കയറി വരുമ്പോൾ ചെരുപ്പെടുത്തോണ്ട് വരാമെന്ന് അവളോട് വിളിച്ചു പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. ഇത് കണ്ട് മൂത്തയാൾ മടിച്ചു നിന്നു. കയറണോ വേണ്ടായോ? ഞാൻ പറഞ്ഞു കയറിക്കോളാൻ. അങ്ങനെ ചെരുപ്പും കയ്യിൽ പിടിച്ച് അവരും മുകളിലേക്ക് കയറിപ്പോയി. മുകളിലെത്തിയപ്പോൾ അവൾ കൈ ഉയർത്തി ഏതോ ആംഗ്യം കാണിച്ചു. അത് കണ്ടപ്പോൾ സിന്ദാബാദ് വിളിക്കുകയാണോന്ന് എനിക്ക് തോന്നിപ്പോയി. അവസാനം ഞാനും ആ പാറയുടെ മുകളിലേക്ക് കയറിച്ചെന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാട്ടിത്തരാം കേട്ടോ. കുറേ സ്ഥലത്തേക്ക് വ്യാപിച്ചങ്ങനെ കിടക്കുന്ന ഒരു വലിയ പാറയുടെ മുകളിലാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ കാണാൻ. ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെയുള്ള കുന്നുകളും മലനിരകളും എല്ലാം വ്യക്തമായിട്ട് കാണാം. നീല കളറിൽ വ്യാപിച്ചങ്ങനെ കിടക്കുകയാണ് ആ മലനിരകൾ. അത് കണ്ടാൽ നമുക്ക് തോന്നും ആകാശത്തെ തൊടാൻ പോവുകയാണോ എന്ന്. ഈ പാറയുടെ മുകളിലും അവിടെ എവിടെയായിട്ടൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. ഇവിടെ ഒരു വലിയ ചെമ്പകമരം നിൽപ്പുണ്ട്. ദാണ്ട കണ്ടോ, ഈ ചെമ്പകമരം പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലൊരു പൂ അടർത്തിയെടുക്കുവാണ്. ഈ ചെമ്പകത്തിന് പറയാൻ ഒരു കഥയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നതാണ്. അവരുടെ കുട്ടിക്കാലത്ത് അവരെല്ലാം കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മത്സരം വെച്ചെന്ന്. ആദ്യം ആരാണ് ഈ പാറയുടെ മുകളിൽ എത്തുന്നതെന്ന്. ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനാണ് അന്ന് വിജയിച്ചത് കേട്ടോ. ആ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ ജ്യേഷ്ഠനാണ് ഈ ചെമ്പകം ഇവിടെ കൊണ്ടുവന്ന് നട്ടുവെച്ചത്. വേനൽക്കാലങ്ങളിൽ ഈ ചെമ്പകം ഇവിടെ നിറഞ്ഞ് പൂത്ത് നിൽക്കും. നല്ല ഭംഗിയാണ് അത് കാണാൻ തന്നെ. ഈ വലിയ ചെമ്പകത്തിൻ്റെ ചുവട്ടിലും ചെറിയ ചെമ്പക തൈകളൊക്കെ വളർന്നു വരുന്നുണ്ട്. തൈകളൊന്നും അല്ല, അതിൻ്റെ കമ്പുകൾ അടർന്ന് വീണ് അവിടെ കിളിച്ചതാണെന്ന് തോന്നുന്നു. ദാണ്ട കണ്ടോ, ഇത് ചെറിയൊരു ചെടിയാണ്. എൻ്റെ കയ്യിലിരുന്ന ചെമ്പകപ്പൂ ഇളയാളങ്ങ് വാങ്ങിച്ചു. അവർക്ക് ഇതുകൊണ്ടെന്തോ പരീക്ഷണമുണ്ട് പോലും. ഈ പൂ ഓരോന്ന് അടർത്തിയെടുത്ത് ബുക്കിനകത്ത് വെച്ച് അടച്ച് വയ്ക്കും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നല്ലതുപോലെ ഉണങ്ങി ആ പൂ അതേ കളറിലുള്ളൊരു പൂവായിട്ട് കിട്ടും. ഇതാണോ പരീക്ഷണം? ഈ പരീക്ഷണം പണ്ട് ഞാനും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്ത പരീക്ഷണം എന്താണെന്നറിയാൻ അവരെൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി. ഞാൻ പറഞ്ഞു, പണ്ട് ഞങ്ങൾ പുസ്തകവും ബുക്കും ഒക്കെ പൂജ വയ്ക്കുമ്പോൾ തെറ്റിപ്പൂവും തുളസിയിലയൊക്കെ ഇതുപോലെ ബുക്കിനകത്തെല്ലാം വെച്ച് അടച്ച് വെക്കാറുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ തെറ്റിപ്പൂവും തുളസിയിലയൊക്കെ നല്ല ഭംഗിയിൽ ഉണങ്ങി പുസ്തകത്തിലിരിക്കുന്നത് കാണാം. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മുഖമൊന്നും മങ്ങി. സാരമില്ല, ഈ പൂവ് ഇതുപോലെ കൊണ്ട് ചെന്ന് വെച്ച് നോക്കാൻ പറഞ്ഞു. ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു.